മാർക്കൊക്കെ വളരെ മോശമാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഫോട്ടോ അവിടെ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷെ ഈ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അത് വെറും അതിമോഹമാണ്. ഫ്രണ്ട്സ്, എൻ്റെ 10ാം ക്ലാസ്സിലെ ലാസ്റ്റത്തെ പാരൻസ് മീറ്റിങ്ങിന് ഞാൻ പോവുകയാണ്. പാരൻസ് മീറ്റിങ്ങിനല്ല പോണത്, ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പം ഇന്ന് പാരൻസ് മീറ്റിങ്ങും കൂടെ ഉണ്ട് ഗൈസ്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പം ദിയമോക്ക് ക്ലാസ് ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. സോ 2 മണിയാവുമ്പം ആണ് പാരൻസ് മീറ്റിംഗ്. എൻ്റെ ഡിവിഷൻ മാതിരി തന്നെ ആയിരിക്കും ഗൈസ് എൻ്റെ ഗ്രേഡും. വലിയ ഒരുങ്ങി വരാനൊന്നും നിൽക്കണ്ട. മറ്റേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുട്ടികൾ പറഞ്ഞിരുന്നു, മേഖലയുടെ അമ്മ കമ്മലൊക്കെ വരുന്നത്, സാരിക്ക് ചുറ്റിയാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണല്ലോ മാർക്കൊക്കെ വാങ്ങാൻ വേണ്ടി ഭയങ്കര ഇതിൽ വരികയാണ്. ഇപ്രാവശ്യം ഞാനൊരു വേലക്കാരി ലുക്ക് എപ്പിസോഡ് വരാത്തതിന് കാരണം എന്താണ് കേട്ടോ, പരീക്ഷ അതൊക്കെ അതുകൊണ്ട് നീട്ടി വെച്ചാണ്. അടുത്ത ആഴ്ച എന്തായാലും ഉണ്ടാവും. അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവും വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ദേവുവിൻ്റെ പാരൻസ് മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. 2 മണിക്കാണ് അത് സ്റ്റാർട്ട്. അപ്പോൾ സമയം ഏകദേശം 2:15 നേരം വൈകി. എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഇറങ്ങി നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെയാണ്, അർജുൻ്റെ വീട്ടിൽ. പോയി നോക്കട്ടെ എന്താണെന്നുള്ളത്. ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് പാരൻസ് മീറ്റിംഗ് ആണ്. ഇനിയിപ്പം എക്സാം തുടങ്ങാനായി. 1 മാസം ഇല്ല, 17-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് CBSE. അപ്പോൾ മോഡൽ എക്സാമുകളൊക്കെ ഏകദേശം തീർന്നു. പിന്നെ റിവിഷൻ കാര്യങ്ങൾ ഒക്കെയാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ ഈ മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റഡി ലീവ് ആയിരിക്കും അടുത്ത 1-ാം തീയതി മുതൽ. അപ്പോൾ ഞങ്ങൾ സ്കൂളെത്തി. പറയാനുള്ളതും കേൾക്കാനുള്ളതൊക്കെ പതിവ് പോലെ തന്നെ. ഇനി നമുക്ക് പോയി വന്നിട്ട് കാണാം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, വള്ളി പുള്ളി തെറ്റാതെ. ഇവിടെ ഞങ്ങളെയും കാത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് സ്കൂളിനകത്ത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അവളെയും കൂട്ടിയാണ് ഞങ്ങൾ വരിക തിരിച്ച്. അപ്പം പോയി വന്നിട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഗ്രേഡ് പോലെ എൻ്റെ ഗ്രേഡ് പോലെ തന്നെ. അപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ മാർക്കൊക്കെ വളരെ മോശമാണ്. ടീച്ചർമാർക്കൊന്നും അങ്ങനെ മോശം അഭിപ്രായമില്ല. ഇല്ല, മോശം അഭിപ്രായമില്ല. എല്ലാവരും പറയുന്നത് ക്ലാസ്സിൽ നല്ല പെർഫോമൻസ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയും. അതേപോലെ തന്നെ മാത്സ് ഒക്കെ പ്രോബ്ലം ചെയ്യും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പേപ്പറിൽ ആൻസർ ഷീറ്റിൽ അത് കാണാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ പറയുക, ഇനി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് പഠിക്കാൻ പറഞ്ഞു. നോട്ടല്ല ഇമ്പോർട്ടൻറ്റ്, ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നല്ലോണം ടെക്സ്റ്റ് ബുക്ക് നല്ല തരമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ 9 മാസം കൊണ്ട് നടക്കാത്തത് ഇനി 10-17 ദിവസം കൊണ്ട് നടക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് എൻ്റെ എല്ലാവരും വെയിറ്റ് ചെയ്യണത് എൻ്റെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ വീഡിയോ വയ്ക്കാം. അതെ, എല്ലാവരും. അങ്ങനെ നമ്മുടെ ദേവുവിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ അവസാനത്തെ പാരൻസ് മീറ്റിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വളരെ സന്തോഷമല്ല, വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അല്ല, അത് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പം വന്നുകൂടായില്ല, മോളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഇന്ന് 24 ആണ്. ഫെബ്രുവരി 17-ാം തീയതിയാണ് ബോർഡ് എക്സാം. അപ്പം അത്രയും ദിവസം കൊണ്ട് തന്നെ ദേവു മാക്സിമം എന്താ പറയാ പഠിക്കണം. അത്ര തന്നെ പഠിക്കണം. മാക്സിമം ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ നോക്കി പഠിക്കണം, എല്ലാം പഠിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ കുട്ടി. ഈ 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോയാലും എന്ത് പഠിക്കാൻ പോയാലും നമുക്ക് അവിടെ വെക്കേണ്ട, അല്ലെങ്കിൽ അവരോട് പറയേണ്ട ഒരു മാർക്കാണ്. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടായിരിക്കും, ഞാൻ പറയട്ടെ. അപ്പൊ നമുക്ക് ആ മാർക്ക് എന്തായാലും നമ്മള് മറ്റുള്ളവരോട് പറയുമ്പോ 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ട് ചോദിക്കുമ്പോ പറയണ്ടേ. ഞാൻ 9-10 പോയപ്പോണ്ടല്ലോ, ഞാനൊരു നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് വെറുതെ കയറിയപ്പം എന്താ അവിടുത്തെ ചേച്ചി പറഞ്ഞ എത്രയില പഠിക്കണത് ചോദിച്ചാ 10 പറഞ്ഞു. കാരണം 10 തുടങ്ങി, 10ക്കാണ് അറിയില്ല, 10 പറഞ്ഞു. എത്ര മാർക്ക് എത്ര ചോദിച്ചു, റിസൾട്ട് എത്ര ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 ആയിട്ടുള്ളൂ പറഞ്ഞു. അതാണ് അതില് 10 ആയിട്ടുള്ളൂ. അപ്പൊ ചോദിച്ചു ഇപ്പൊ തന്നെ ചോദിക്കണം 10 കഴിഞ്ഞ് എന്ത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ദേവുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആവറേജ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ല,
അതിനേക്കാളും താഴെ. അത് ഇപ്രാവശ്യത്തെ എക്സാമിന് മാർക്ക് കുറഞ്ഞു. ശരിക്ക് ആവറേജിന് മുകളിലുള്ള സ്റ്റുഡന്റ് തന്നെയാണ്, അത് സത്യമാണ്. പക്ഷെ ഈ വർഷം ആവറേജിന് താഴെയാണ് 10ാം ക്ലാസ് എത്തിയപ്പോൾ. അതെന്താ സംഭവം എന്നറിയില്ല. മാത്രമല്ല ഈ ഫസ്റ്റ് ടൈം എക്സാമിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ദേവിന്. ഈ അതിലും കുറച്ചും കൂടെ കുറവായിട്ടാണ് ഇപ്പൊ ഈ ഒരു മോഡലിലൊക്കെ വന്നിരിക്കുന്നത്. അത് ഓരോ ടഫ് ക്വസ്റ്റ്യൻസ് ഇടണ്, ഓരോ അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ ഒന്നും ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരാനില്ല. അത് മിസ്സുമാര് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇപ്രാവശ്യം മാക്സിമം ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത്. ഇനി ഫൈനലിൽ വരാൻ പോണത്. അത് ഫൈനലിൽ എന്താ വരാൻ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈസി ആണോ അത് നമ്മള് ഭാഗ്യമായിരിക്കും പറഞ്ഞില്ലേ, ടീച്ചർ പറഞ്ഞില്ലേ, ഭാഗ്യമായിരിക്കും പറഞ്ഞില്ലേ. കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളാണ് ദേവുവിന്റെ ഫോട്ടോ അവിടെ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷെ ഈ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അത് വെറും അതിമോഹമാണ്. വരുമായിരിക്കും. അല്ല ഇവരിപ്പോ ഇംഗ്ലീഷിന്റെ സാറ് പറഞ്ഞു അങ്ങനെ വിചാരിച്ച A1 കിട്ടും, ഇംഗ്ലീഷിന് എന്തായാലും A1 കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഇനി ഇപ്പം മാക്സിമം പറ്റണത്ര മാർക്ക് പഠിച്ചു വാങ്ങാലോ. ഇത്രയും ദിവസം ഉണ്ട് എക്സാമിന്, ഇടയിൽ ഗ്യാപ്പ് ഉണ്ട് 3-4 ദിവസം, അതിലിരുന്ന് പഠിക്കാം. പിന്നെ ഇനിയിപ്പോൾ നാളെ ഒരൊറ്റ ദിവസം നമുക്കൊരു ഷൂട്ടും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ദേവന്റെ എക്സാം കഴിയണവരെ ദേവനെ ഷൂട്ട് ഒന്നും ബുദ്ധിമുട്ടിക്കില്ല. അത് കുറച്ച് സീനുള്ളൂ. നാളേക്ക് ഒരു 2 മണിക്കൂറൊക്കെ ദേവനാകുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ എപ്പിസോഡില് ദേവ് കുറഞ്ഞ സീനിലേ ഉള്ളൂ. കാരണം ഒരു ടേബിളിന്റെ അവിടെ ഇരുന്ന് സംസാരിക്കും. കാരണം എന്താ വെച്ചാല് ദേവുവിന് സീന് കുറെ കൊടുക്കാൻ നമുക്ക് അറിയാനിട്ടല്ല. പക്ഷെ ഷോർട്ട് ഫിലിമും കുറവായിരുന്നു. നിങ്ങൾ ചോദിച്ചില്ലേ ഭയങ്കര ലാഗാണല്ലോ പ്രാവശ്യം, എന്താണ് എന്നൊക്കെ ചോദിച്ചില്ല. അതിന്റെയൊക്കെ കാരണം അതാണ്, ഞങ്ങള് ഇത് ഇങ്ങനെ ചെയ്യുന്നോണ്ടാണ്. ഇപ്രാവശ്യം തന്നെ നോക്കിയാൽ മതി. ഇപ്രാവശ്യം നമ്മൾ മാസത്തിലൊരു 1-2 ഷോർട്ട് ഫിലിംസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 10ാം ക്ലാസ് എത്തിയതിനു ശേഷം വളരെ മാത്രമല്ല ദേവുവിന്റെ റോൾസും നോക്കിയാൽ അറിയാം. പണ്ടത്തെ മാതിരി കംപ്ലീറ്റ് ദേവുള്ള സീൻസ് ഒക്കെ കുറവായിരിക്കും. കുറച്ച് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഇത്രയും പ്രാവശ്യം മീൻസ് ഇതുവരെയുള്ള എക്സാമിന് ഞാൻ ചെയ്ത ഒരു അബദ്ധം മനസ്സിലായി. പഠിത്തത്തില് പഠിക്കണ രീതിയിൽ ചെയ്ത അബദ്ധം എനിക്ക് മനസ്സിലായി. അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് മാത്രം പഠിച്ചു പോവും. അപ്പം മിസ് പറഞ്ഞത് ടെക്സ്റ്റ് കംപ്ലീറ്റ് അങ്ങേ മൂലക്കെന്നും ഇങ്ങേ മൂലക്കെന്നും എല്ലാ മൂലക്കെന്നും പഠിക്കണം. പിന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്ന് വരാൻ ഓരോ പാരഗ്രാഫിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ സൈഡിൽ എഴുതി വെക്കണം എന്ന് മിസ് പറഞ്ഞു. അത് മാത്രമല്ല പറഞ്ഞത്, ടെക്സ്റ്റ് പഠിച്ചിട്ട് നോട്ട് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. പിന്നെ വേറെ ഏതോ ഒരു മിസ് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് എന്താണെന്നുള്ള മനസ്സിലാവും. ഇതെന്ന് പറയുമ്പോൾ കാണാപ്പാടാണ് കൂടുതലും പഠിക്കുന്നത്, ബൈഹാർട്ട് ആക്കാണ് ചെയ്യുന്നത്. എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്. കാരണം എപ്പോൾ ചെന്ന് ചോദിച്ചാലും അവര് പറഞ്ഞു കൊടുക്കുക. അറിയാത്തത് റെഡിയാന്നാ പറഞ്ഞത്. എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞു. ഇത്രയും നാളോള് പറഞ്ഞത് 93% ഉണ്ടാവും. അതോട് പറഞ്ഞിട്ടുണ്ട്. ദേവുന്റെ ഫ്രണ്ടും കൂടി പറഞ്ഞതാണ്. മാർക്കില്ല ദേവം സഹായിച്ചിട്ട്. ദേവന്റെ വിചാരത്തൊക്കെ തന്നെ കിട്ടണമെന്നാണ്, പഠിച്ചാൽ കിട്ടണമെന്നുള്ളത് കൂടെ ഒരു വിചാരം വേണമായിരുന്നു. സാധാരണ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ മീറ്റിങ്ങിന്, അതായത് അമ്മേനോട് മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ അമ്മേനോട് ഞാൻ പറയാറ്, അമ്മയെ കുറച്ച് നല്ല സാരി കൊടുത്ത് വരണട്ടോ, ഒന്ന് ഒരുങ്ങി വരണട്ടോ. അമ്മ ഉണ്ടാവും ഒരു പണിക്കാരത്തെ എന്നിട്ട് പറയും, നിന്റെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാനല്ലേ ഇതൊക്കെ ധാരാളം. അതേമാതിരി ദേവുവിന്റെ പ്രോഗ്രസ് കാർഡ് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും അതിപ്പോ മെച്ചെന്താ വെച്ച് കഴിഞ്ഞാല് പുറമേന്ന് ഒരാൾ കാണുമ്പം ഇത്രയും സെറ്റപ്പ് ആയിട്ട് ഓ ദേവന് 1 മാർക്കായിരിക്കും തെറ്റിദ്ധരിക്കുമല്ലോ, സെറ്റപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ ദേവന് നല്ല മാർക്ക് ഉണ്ടാവും വിചാരിക്കും. ഞങ്ങള് സ്ഥിരമായിട്ട് വരുന്നൊരു കടയാട്ടോ ഇത്. നല്ല ടേസ്റ്റ് ആണ് ഇവിടുത്തെ കരിമ്പൻ ജ്യൂസിന്. ദേവു അന്ന് ഓർമ്മല്ലേ ദേവുന്? അന്ന് ഓർമ്മല്ലേ ഞങ്ങളിവിടെ വന്നിട്ട് ദേവു കരിമ്പ് വൃത്തിയാക്കിയ വീഡിയോ കണ്ടില്ലായിരുന്നു നിങ്ങൾ? മിക്കവാറും ഇവിടെ തന്നെ. ചേട്ടാ പാരസിറ്റി കഴിഞ്ഞ് വരുന്നത് അടുത്ത മാസം ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ഇവിടെ വന്ന മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, പൈനാപ്പിൾ വരുന്നു. പൈനാപ്പിൾ ഇല്ല നെല്ലിക്ക. മുളക് മുക്കിലാണ് വെച്ചേക്കണല്ലേ. ഇത് എവിടെയാന്ന് പറയുക സ്ഥലം? നരിബോയിലിൻ്റെയും തോട്ടേക്കാടിൻ്റെയും നടുക്കാണ്. ആ വളവിലുള്ള കടയാണ് കേട്ടോ അത്. അപ്പം വരിക, കരിമ്പ് ജ്യൂസ് കുടിക്കുക. എല്ലാരെയും കാണുന്നുണ്ട്. നല്ല ഐഡിയ അല്ലേ? ചേട്ടായിയുടെ ഫോൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോണ് എന്താ പറയാ ചാരി വെച്ചു. ദിയമോള് ആദിമോന്റെ വീട്ടിലാണ് കേട്ടോ. ദിയമോക്ക് ഇനി എത്രങ്ങാനും പഠിക്കാണ്ടല്ലേ. അല്ല, ഞാൻ ഈ ക്ലാസ്സിലല്ല ഉദ്ദേശിക്കണത്. ഇവിടെ എത്ര 3-ലെത്തിയിട്ടുള്ളൂ. 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, 7ത്തെ ഫൈനൽ എക്സാമിന് ഹൈസ്കൂളിലേക്കാണ് അടുത്തത്. ഹൈസ്കൂളിലേക്കാണ്. പഠിച്ചോ? 8ാം ക്ലാസ് പഠിച്ചോ? ഹൈസ്കൂളാണ്. 8, 9 എത്തുമ്പോൾ അടുത്ത് 10ആണ്. ബേസാണിത്. ബേസ് 10ന്റെ ബേസാണ് 9. പഠിച്ചോ? എന്നാൽ ഇപ്പൊ പഠിച്ചാലേ 10ാം ക്ലാസ് ശരിയാവുള്ളൂ. 10 തുടങ്ങുമ്പോൾ 10ആണ്. പഠിച്ചോ? അല്ല, ഇത്രയൊക്കെ പഠിച്ചിട്ട് മൈക്കാണ് കൊടുക്കുക. അല്ല, ഇത് പറഞ്ഞ് ചെയ്യാതിരുന്ന എന്താവുന്നുള്ളത് ദേവുനെ കണ്ടാ മനസ്സിലാക്കുക. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അന്ന് പറയണൊക്കെ ദേവു അതേമാതിരി എടുത്ത് നല്ലോണം പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ദേവന് ഈസി ആവുമായിരുന്നു. അതെ അതെ. കാരണം എല്ലാരും പണ്ട് മുതലേ പറയും ഈ 10ാം ക്ലാസ് എന്ന് പറയുന്ന സംഭവം മൊത്തം 10ത്തല്ല, 9ത്തെയും 8ത്തെയും ഒക്കെ ബാലൻസ് മാത്രമാണ് 10ാം ക്ലാസ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണെന്ന് ഓർക്കണം കേട്ടോ. അവള് പറഞ്ഞ പോലെ തന്നെ 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. ഫ്രണ്ട്സ്, ഞാൻ ദിയമോളെ കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അവളെ ഡ്രസ്സ് നോക്കിക്കേ. ഇതെന്താ ദിയ? ഫയർ എഞ്ചിനാണ്. ആണോ? ഇതവിടെ ജോലി കിട്ടി. ഇതവിടെ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാരാണിത്? യദുട്ടനാണോ? യദുട്ടനാണോ ഇത്? ആണോ? പൊന്നുവാവയാണോ ഇത്? തമ്പുരു വാവേ, അനിന്റെ മുത്തേവരെ. ഇതാണ് എന്റെ ഡാഡി ഗിരിജ. ഞാൻ ആദിമോനെ ഡാഡി എന്ന് വിളിക്കാം. ഡാഡി ഗിരിജയുടെ ഡാഡി. ഫ്രണ്ട്സ്, പപ്പ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ ഡിഷാണിത്. കുനാഫ വിത്ത് ബനാന വിത്ത് ഐസ്ക്രീം വിത്ത് ചീസ്. നമ്മളെ സൈഡ് ലെബനത്തെ വേറൊരു മോഡല് പപ്പ ഉണ്ടാക്കി തന്നാണ് ഗൈസ്. നല്ല രസമുണ്ട്. ഞാൻ ആക്ച്വലി ഈ പഴം പറഞ്ഞത് ഇങ്ങനെ കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി പഞ്ചാര പായസം ഉണ്ണുന്ന നിന്നെ കണ്ട് കണ്ണു. അപ്പോൾ ഗായ്സ്, ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ.